ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ യേശുവേ. കഴിവല്ല നിന്ദയയാണേ, ബലമല്ല നിന്ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. 48 വർഷമായി ദേവാലയ ഗാന ശുശ്രൂഷയിലും 30 വർഷത്തിലധികമായി കരിസ്മാറ്റിക് ഗാന ശുശ്രൂഷയിലും സജീവ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന ജെയിംസ് ചേട്ടനാണ് ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. ഇവിടെ ഇന്നത്തെ പരിപാടിക്ക് ജെയിംസ് ചേട്ടനും ഭാര്യയും മകനും എല്ലാം വളരെ സജീവമായിട്ട് ഈ ഒരു ഗാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ചേട്ടാ, ഈ ഒരു കരിസ്മാറ്റിക് ധ്യാനങ്ങളിലെല്ലാം ഗാന ശുശ്രൂഷ വഹിക്കുമ്പോൾ ചേട്ടന് കിട്ടിയൊരു അനുഭവം നമ്മളുമായിട്ട് ഷെയർ ചെയ്യാവോ? അനുഭവം എൻ്റെ ജീവിതത്തിലെ അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും മാറ്റിവെക്കാതെ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൻ്റേതായ ആവശ്യങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം കർത്താവ് കൃത്യസമയത്ത് നമുക്ക് തരും. എനിക്കൊരു ജോലി ഉണ്ടായതാണ്, പക്ഷേ ജോലിയെല്ലാം ഉപേക്ഷിച്ച് മുഴുവൻ സമയം ഈ ശുശ്രൂഷയിലേക്ക് പോയപ്പോൾ പിന്നീടുള്ള ദിവസങ്ങളെല്ലാം കർത്താവ് എല്ലാ കാര്യങ്ങളിലും ക്രമീകരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ ഒരു ജോലി ഇതാക്കി വരുമ്പോൾ ചേട്ടനൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യും, ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണോ, അല്ലെങ്കിൽ ചുറ്റുമുള്ളവർ പറഞ്ഞ സമയത്ത് ചേട്ടൻ അത് എങ്ങനെയാണ് ഫേസ് ചെയ്തത്? ഒരിക്കലുമില്ല. കാരണം എനിക്ക് വളരെയധികം ശുശ്രൂഷകളിലൂടെ ഒത്തിരി പേർക്ക് അനുഭവം നമ്മളത് മനസ്സിലാക്കിയിട്ടുണ്ടായി. കർത്താവിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച കർത്താവ് എല്ലാ കാര്യം നോക്കിക്കൊള്ളുന്നതാണ്. ആ ഒരു വിശ്വാസം അടിയുറച്ച് വിശ്വസിച്ച് കർത്താവിന് സമർപ്പിച്ചപ്പോൾ കർത്താവ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തു തന്നു. ചേട്ടനിപ്പോൾ ഒത്തിരി വർഷമായിട്ട് ഈ ഒരു മേഖലയിലുള്ളതാണ്. അപ്പോൾ പണ്ട് കാലത്ത് നിന്ന് ഈ ഒരു കാലത്തേക്ക് നോക്കുമ്പോൾ ഒത്തിരി വളർച്ച ഈ ഒരു കരിസ്മാറ്റിക് മേഖലയിൽ നടന്നിട്ടുണ്ടാവും. അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും ആദ്യ കാലഘട്ടത്തെ ആ കരിസ്മാറ്റിക്കിൻ്റെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ, ഒരു പുത്തൻ ഒരു നവീകരണത്തിൻ്റെ പാതയിലൂടെയാണ് ഇപ്പോഴത്തെ കാലഘട്ടം സഞ്ചരിക്കുന്നത്. ആ ഒരു അവസ്ഥയിലാണ് ഞങ്ങളും. ഓരോ കാലഘട്ടങ്ങളിലനുസരിച്ച് പരിശുദ്ധാത്മാവ് പുതിയ അഭിഷേകം തന്ന് ഇങ്ങനെ വഴി നടത്തുന്നു. അതാണ് എൻ്റെ ജീവിതം. എന്തുകൊണ്ട്, എങ്ങനെ ഇതിലേക്ക് ഈ ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റിലേക്ക് ചേട്ടൻ എത്തുന്നു എന്നതൊന്ന് ഷെയർ ചെയ്യാമോ? അത് ഞാൻ ആദ്യ കാലഘട്ടത്തിൽ എനിക്ക് 90-ലെല്ലാം എനിക്ക് ജോലിയുള്ള കാലഘട്ടമായിരുന്നു. പക്ഷേ ആ കാലഘട്ടത്തിൽ ജോലി ഉണ്ടെങ്കിലും നല്ല ശമ്പളം ഉണ്ടെങ്കിലും പക്ഷെ കടബാധ്യത മാത്രമല്ല ജോലി കഴിഞ്ഞിട്ട്. പക്ഷെ ആ ഒരു സമയത്താണ് അന്ന് ഒരു നമ്മുടെ കുര്യാക്കോസ് പൂർണ്ണവലിയച്ഛൻ്റെ ഒരു യുവജന ധ്യാനം ഞാൻ കൂടി. അന്ന് ആ തിരുവചനത്തിൻ്റെ വലിയൊരു സ്പർശനം എനിക്കുണ്ടായിരുന്നു. അന്ന് തുടങ്ങി ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് വീണ്ടും ശുശ്രൂഷയിലേക്ക് മാറിയപ്പോൾ കർത്താവിനെ എല്ലാം അവിടെ ക്രമീകരിക്കാൻ തുടങ്ങി. മുണ്ടഞ്ചേരി അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം ഒന്ന് വിശദീകരിക്കാമോ? മുണ്ടഞ്ചേരി അച്ഛൻ്റെ കൂടെ ഞാൻ 92 മുതൽ മഞ്ഞുമൽ കൺവെൻഷനൊക്കെ ശുശ്രൂഷ ചെയ്ത അച്ഛൻ മരിക്കുന്ന 2001 വരെയും അച്ഛൻ മരിക്കുന്ന ആ തലേ ദിവസം വരെ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയുണ്ടായിരുന്നു. അച്ഛനാണ് ഞങ്ങൾക്ക് വിവാഹമെല്ലാം നടത്തി തന്നത്. അച്ഛൻ ഞങ്ങളുടെ ജീവിതത്തിലൊരു ആധ്യാത്മിക പിതാവും ഒരു സ്വന്തം അപ്പനായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അപ്പനെ പോലെ അച്ഛൻ എനിക്ക് കൂടെ നിന്ന് സഹായിച്ച് താങ്ങായി തണലായി കൂടെ നിന്നൊരു അപ്പനായിരുന്നു അച്ഛൻ. ഇപ്പോൾ ഇങ്ങനെയൊരു ആഗോള മലയാളി സംഗമം നടക്കുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കരിസ്മാറ്റിക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എവിടെയാണെന്ന് ലോകം മുഴുവനും അറിയണം. ഇപ്പോഴും പല മേഖലകളിലും ഇത് കിട്ടാതെ ഇതിൻ്റെ അവസ്ഥ അറിയാതെ ജീവിക്കുന്ന പലരുമുണ്ട്. പക്ഷേ ഈ ഒരു അവസ്ഥ ഇന്ന് ലോകം മുഴുവൻ അറിയുമ്പോൾ അവർക്ക് അതിനൊരു പ്രചോദനമാവും. അവർ തീർച്ചയായിട്ടും ഈ ഒരു അനുഭവത്തിലേക്ക് വരാനായിട്ട് അവർക്കൊരു ഉൾപ്രേരണ ഉണ്ടാകും. അതായിരിക്കും.